അപ്പോൾ ഒരു സംശയമില്ല, OnePlus Nord ഒരു ഹൈപ്പ് കൊണ്ടുവന്നൊരു ഫോണായിരുന്നു സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു OnePlusന്റെ ഈ പ്രീമിയം മിഡ് റേഞ്ച് ഈ കാറ്റഗറിയിലെ ഫോൺസ്. അതായത് ആദ്യത്തെ നോട്ട് സീരീസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷയോ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഈ ഫോണൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ അതിനുശേഷം പല കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളിപ്പോൾ രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടത്തുമല്ല നിങ്ങൾ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതും ഏറ്റവും ലോസ്റ്റ് ബ്രൈറ്റ്നെസ്സിലൊക്കെ നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഫ്ലിക്കറൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് പല പല ന്യൂസുകളും കോൺട്രവേഴ്സികളും ഡൗൺ സൈഡും ഇതൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് 2022 OnePlus Nord എന്ന് പറഞ്ഞ ഫോൺ എങ്ങനെ ഉണ്ടെന്നായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. 2022 സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു നല്ല ഫോണാണോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് ഒക്കെയാണ് ഉള്ളത് ബാക്കിൽ. പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഫോൺ മേടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ കാർഡ് ഇതൊക്കെ പ്രീ അപ്ലൈഡ് ഒക്കെ ആയിരുന്നു. ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ഇതിനകത്ത് പ്രീ അപ്ലൈഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടെമ്പേർഡ് ഗ്ലാസ് ഒന്നും മേടിക്കേണ്ട ആവശ്യം ഒന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ഒക്കെയാണ് ഈ ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് സിമ്പിൾ ഒരു ഫോൺ പോലെയാണ്, ഫാൻസി ഡിസൈൻ ഒന്നും അല്ല. പിന്നെ ഇതിന്റെ രണ്ട് വേരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നാണ് ബ്ലൂ കളറിന്റെ, ഒന്നാണ് ബ്ലാക്ക് കളറിന്റെ. എൻ്റെ കയ്യിൽ ഉള്ളത് ബ്ലൂ കളറിന്റെ ഒക്കെയാണ്. ഈ ഫോൺ ഇറങ്ങിയപ്പോൾ തന്നെ ഞാനിത് വാങ്ങിച്ചാണ്. ഇന്നും ഞാൻ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ തന്നെ ഞാൻ ഈ ഫോണാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയും ഈ വീഡിയോ ക്വാളിറ്റി എല്ലാം തന്നെ അറിയാനൊക്കെ പറ്റും. അപ്പൊ ഡിസൈനിൽ എനിക്കിവിടെ പരാതി ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പൊ OnePlus Nord 2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 3 ക്യാമറാസേ ഉള്ളായിരുന്നു. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് 4 എണ്ണമൊക്കെ വരുന്നുണ്ട്. അതിന്റെ എക്സ്ട്രാ നിങ്ങൾക്ക് മാക്രോ ഈ ക്യാമറാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ 4 ക്യാമറാസ് ഒക്കെ ഉണ്ട് ബാക്കിൽ. അതിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 എണ്ണം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതിലും ഒരെണ്ണത്തിലാണ് ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് 4 ക്യാമറാസിന്റെ ഒന്നും ഒരു യൂസും ഇല്ല. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് അൾട്രാവൈഡും ഈ മെയിൻ ലെൻസ് ആണ്. പക്ഷെ മെയിൻ ക്യാമറയ്ക്കകത്താണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ ഉള്ളത്. അപ്പോൾ ഡിസൈനിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമല്ല ഈ ഫോണിന്റെ ഒക്കെ ഈ ഡിസൈനകത്ത്. പക്ഷെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിലൊക്കെയാണ്. സൈഡിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഫ്രെയിംസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫോൺ ടൈറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവാനൊക്കെ പറ്റും. ഇതൊരു പ്ലാസ്റ്റിക് ആ ഒരു ഡിസൈനുള്ള ഫോണൊക്കെയാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഫോണിന്റെ ബാക്കിൽ നിങ്ങൾ നോക്കണം, ഇതിന്റെ ഫോൺ ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം ഫീൽ ഒന്നും ചെയ്യത്തില്ല ഇതൊരു പ്ലാസ്റ്റിക് ഫ്രെയിം ഉള്ള ഒരു ഫോൺ ആണെന്ന് തന്നെ. അപ്പൊ നിങ്ങളിൽ മിക്കവരും ഒക്കെ ഈ കേസ് ഒക്കെ ഇടാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. പിന്നെന്ന് വെച്ചാൽ ഈ ഫോണകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഒന്നുമില്ല. ഇത്രയും വില കുറഞ്ഞ ഫോണകത്ത് പറഞ്ഞ് OnePlusന്റെ ഈ ലൈനപ്പിനകത്ത് ഏറ്റവും വില കുറഞ്ഞ ഫോണായിരുന്നു. എന്നിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പല പല ഫോൺസ് അത് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജർ പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനൊക്കെയാണ്. ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അതിൽ ഒരു ഡൗൺ സൈഡൊക്കെ ആയിരുന്നു. ബോക്സിൽ നിങ്ങൾക്ക് ഡോങ്കിലോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്ക്. അത് താഴെ നിങ്ങൾക്ക് സ്പീക്കറൊക്കെ വരുന്നുണ്ട്. സ്പീക്കറും നിങ്ങൾ നോക്കാം, മോണോ സ്പീക്കറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ടൈപ്പ് സിയുടെ പോർട്ടൊക്കെ വരുന്നുണ്ട്. ബോക്സിൽ നിങ്ങൾക്ക് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലാണ് ഇവിടെ നിങ്ങൾക്ക് 6.4 ഇഞ്ചിന്റെ നിങ്ങൾക്ക് ഫ്ലൂയിഡ് ആമോലെഡ് സ്ക്രീൻ ആണ് കിട്ടുന്നത്. ഇത് 90 ഹെർട്സിന്റെ സ്ക്രീനാണ്. നിങ്ങൾക്ക് 60 ഹെർട്സിൽ നിങ്ങൾക്ക് ഈ ഫോൺ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നാൻ പോകുന്നില്ല. 90 ഹെർട്സ് നിങ്ങളിപ്പം ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും 60 ഹെർട്സോട്ടൊന്നും പോകാൻ പോകുന്നില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ സ്ക്രീനിനെ പറ്റിയൊക്കെ പല ഈ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇരുട്ടത്ത് വല്ലതും നിങ്ങൾ ഫോൺ വല്ല യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നു. അതൊക്കെ എനിക്ക് റെയർ കേസസിലാണ് എനിക്കെല്ലാം കാണാൻ പറ്റിയത്. ഇപ്പൊ നിങ്ങൾ ഇരുട്ടത്തൊക്കെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണത് ലോസ്റ്റ് ബ്രൈറ്റ്നെസ്സിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കും ഫ്ലിക്കറിങ് ഇഷ്യൂസ് സ്ക്രീനിന്റെ ഒക്കെ മുകളിൽ. പക്ഷെ നോർമലി ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുമ്പം അതുപോലത്തെ ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ വേറൊരു ഇഷ്യൂ ഇവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ ഈ ഫോണിന്റെ സ്ക്രീൻ ഇപ്പം ചെറുതായിട്ടെങ്കിലും ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളർ ഷിഫ്റ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ കളർ ഷിഫ്റ്റിങ്ങിന്റെ ഈ ഒരു പ്രശ്നമുണ്ട് നിങ്ങളിപ്പം സ്ക്രീൻ വല്ലൊക്കെ ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ വേറൊന്നും തന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടൊന്നുമില്ല. നല്ലൊരു സ്ക്രീൻ ഒക്കെയാണ് ഇത്. 1080p ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ഏത് വീഡിയോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് 2160p റൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അപ്സ്കെയിൽ ചെയ്തിട്ട്. അപ്പൊ നല്ലൊരു സ്ക്രീനൊക്കെയാണ്, വലിയ സ്ക്രീനൊക്കെയാണ്. ഇതൊരു കോമ്പാക്ട് സ്ക്രീനൊക്കെയാണ്. ഈ ഫോണിന്റെ ഹൈറ്റ്
കൂടുതലാണ്, പക്ഷെ ഇതിന്റെ വീതി നിങ്ങൾ നോക്കും അത് ഇവിടെ കുറവൊക്കെയാണ് വേറെ ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പം. അപ്പൊ ഇതുപോലൊക്കെയാണ്, ഇതൊരു കോമ്പാക്ട് ഫോണൊക്കെയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതുമല്ലാതെ ഇതൊരു HDR10+ സ്ക്രീനും കൂടെയാണ്. അത് തന്നെ അല്ലാതെ ഇത് 408 PPI ഒക്കെ ഉണ്ട് ഇതിന്റെ സ്ക്രീനകത്ത്. പിന്നെ Gorilla Glass 5ന്റെ സപ്പോർട്ടും കൂടെ ഉണ്ട് ഈ ഫോണിന്റെ സ്ക്രീനകത്ത്. സ്ക്രീനിനെ പറ്റി എനിക്ക് യാതൊരു പ്രശ്നമൊന്നും തന്നെ ഇല്ല. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ 2 ഡുവൽ ക്യാമറാസ് ഒക്കെ ഉണ്ട്, ഒരു പിൽ ഷേപ്ഡിനകത്ത്. ബാക്കി ഇത് ഫുൾ ഒരു സ്ക്രീനൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം ഒക്കെ നിങ്ങൾ കണ്ടന്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും, വീഡിയോസ് വാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗെയിമൊക്കെ നല്ല രീതിയിലൊക്കെ കളിക്കാനൊക്കെ പറ്റും. അത്യാവശ്യത്തിന് നല്ലൊരു സ്ക്രീനുള്ള ഫോണൊക്കെയാണ്. 6.44 ഇഞ്ചിന്റെ ഫോണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള സ്ക്രീനിനെ പറ്റി. അപ്പോൾ സ്ക്രീനിനെ പറ്റി എനിക്ക് യാതൊരു പ്രശ്നവും ഇവിടെ വന്നിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ ഉണ്ട് ഈ ഫോണിന്റെ സ്ക്രീനിന്റെ അടിയിൽ. ഇത് ഒപ്റ്റിക്കൽ ബേസ്ഡ് ഒക്കെയാണ്. പക്ഷെ പലപ്പോഴും ഒക്കെ ഇപ്പൊ അഥവാ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒന്നും വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോഴ്സ് ഒക്കെ കൊടുക്കണം, എന്നാലേ ആ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ വർക്ക് ആകത്തുള്ളൂ. ഈ ചില കേസസിനകത്ത്, എപ്പോഴൊന്നും അല്ല, പക്ഷെ ഇത് ചില കേസസിനകത്ത് നിങ്ങൾ കൂടുതൽ ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്താലേ അതൊക്കെ അൺലോക്ക് ഒക്കെ ആകത്തുള്ളൂ. ബാക്കി ഒന്നും തന്നെ ഇല്ല ഇതിന്റെ സ്ക്രീനിനെ പറ്റി. നല്ലൊരു സ്ക്രീനൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടിൽറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, ഇപ്പം കളർ ഷിഫ്റ്റിങ്ങിന്റെയും പിന്നെ ആ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ, അതും ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഒന്നും ഞാനൊന്നും ഫേസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാനൊന്നും ഇരുട്ടത്തൊന്നും ഫോണൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഒരു ഇഷ്യൂസും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ സ്ക്രീനിനെ പറ്റി. നെക്സ്റ്റ് ഈ ഫോണിന്റെ ചിപ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 765G ആണ് ഇവിടെ കിട്ടുന്നത്. ഇതൊരു 5G ചിപ്സെറ്റും കൂടെ ഒക്കെയാണ്. പിന്നെ ഇതിന്റെ GPU ആണെങ്കിൽ അഡ്രീനോ 620 ഒക്കെയാണ്. ഈ ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ AnTuTu നിങ്ങൾക്ക് 3.5 ലക്ഷം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇതിന്റെയൊക്കെ സ്കോർസ്. അപ്പൊ ഗെയിമിങ്ങിലായിക്കോട്ടെ നിങ്ങൾക്ക് BGM ഒക്കെ HDR വരെയൊക്കെ റൺ ഒക്കെ ചെയ്യാൻ പറ്റും. HDR വിത്ത് അൾട്ര വരെയൊക്കെ സുഖമായിട്ടൊക്കെ പോകും. പിന്നെ സ്മൂത്ത് വിത്ത് എക്സ്ട്രീമിന്റെ ഒക്കെ തന്നെ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നല്ല സ്മൂത്ത് ഒക്കെ ആയിരിക്കും. ഇത് 90 ഹെർട്സിന്റെ സ്ക്രീനും കൂടെ ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്കറിയാം ബാറ്ററി ലൈഫും അധികം ഒന്നും പോകുന്നൊന്നുമില്ല. അപ്പൊ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. വലിയ സ്ക്രീനും കൂടെയാണ്, 6.44 ഇഞ്ചിന്റെ സ്ക്രീൻ ആയതുകൊണ്ട് വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പെർഫോമൻസ് ഒന്നും ഒരു ഒട്ടുമില്ല, നല്ല ഫോണൊക്കെയാണ്. നിങ്ങൾക്ക് റാം മാനേജ്മെന്റും ഈ ഫോണിന്റെ നല്ലതൊക്കെയാണ്. ഈ ഫോണിന്റെ 3 വേരിയൻസ് ആയിരുന്നു ഉള്ളത്. ഒന്നാണ് 6GB റാം, ഒന്ന് 64GB വേരിയന്റ്, പിന്നെ 8GB റാം 128GB വേരിയന്റ്, പിന്നെയാണ് 12GB റാം 256GB വേരിയന്റ്. അപ്പൊ എന്റെ കയ്യിലുള്ളത് 128/8 ആണ്. അപ്പൊ 8GB റാം നല്ല റാം മാനേജ്മെന്റ് ഒക്കെ ഉണ്ട് ഈ ഫോണിനകത്ത്. നെക്സ്റ്റ് 5G പറ്റിയൊക്കെ പറയുകയാണെങ്കിലാണ് സൗദിയിൽ ഇവിടെ 5G ഒക്കെ ഉണ്ട്. അപ്പൊ പല പല ഫോൺസ് അത് 5G എല്ലാം വർക്ക് ആവുന്നുണ്ട്. എൻ്റെ ഓപ്പറേറ്റർ എല്ലാം നല്ലതൊക്കെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഡേറ്റ ഓൺ ആക്കുമ്പോൾ എനിക്കിവിടെ മാക്സിമം വരുന്നത് 4G+ ഒക്കെയാണ്. 5Gയുടെ ഒന്നും ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിനകത്ത് ആകെ വരുന്നത് 1-2 ബാൻഡ്സ് ഒക്കെയാണ്. അതും എനിക്കൊന്ന് N78ന്റെ ബാൻഡ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ 5G ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതൊന്നും നിങ്ങൾക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അത് നല്ലൊരു സിറ്റിയിലൊക്കെയാണ്, അതും അമേരിക്കയിലും അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5Gയുടെ ആ ഒരു സിമ്പിളൊക്കെ വന്നേക്കാം. പക്ഷെ ഇവിടെ മാക്സിമം 4G+ ഉള്ളൂ. ജിയോയുടെ സിം ഒക്കെ ട്രൈ ചെയ്തായിരുന്നു, 4G വോൾട്ടി 4G വരെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെയും എനിക്കൊന്ന് 4G+ വരെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് 5G ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഇതൊക്കെ മാർക്കറ്റിംഗ് ഹൈപ്പൊക്കെ ആയിരുന്നു OnePlusന്റെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പെർഫോമൻസിനെ പറ്റി. അപ്പോൾ പെർഫോമൻസിൽ യാതൊരു ഡൗട്ടുമില്ല, നല്ല ഫോണൊക്കെയാണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല 2022 ഇത് വാങ്ങാൻ വേണ്ടി. ഇനിയും നല്ല നല്ല ഫോൺസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ OnePlusന്റെ ഈ OnePlus Nord 3 ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഫോൺസ് ഒക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഇതിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിക്കും ഇപ്പം. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി അന്ന് അവർ ക്ലെയിം ചെയ്തായിരുന്നു നിങ്ങൾക്ക് Android 12ന്റെ ഒക്കെ അപ്ഡേറ്റ് ഇതിനകത്തൊക്കെ കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ Android 11ന്റെ ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടൊക്കെ ഉള്ളൂ. എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും ഇവിടെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ അന്ന് അവരെല്ലാം ക്ലെയിം ചെയ്തായിരുന്നു 2 വർഷത്തെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്, 3 വർഷത്തെ നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ച് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇനി വന്നേക്കാൻ ചിലപ്പോൾ ആൻഡ്രോയിഡ് 12. പക്ഷെ സാധാരണ എല്ലാ വർഷവും മാർച്ചൊക്കെ ആകും, മാർച്ച് ഈ ഏപ്രിലെല്ലാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയ ഈ വെർഷൻസ് ഒക്കെ വരും. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് ആൻഡ്രോയിഡ് 12ന്റെ ഒന്നും തന്നെ അപ്ഡേറ്റ്സ് ഒന്നും ഇവിടെ കിട്ടിയിട്ടൊന്നുമില്ല. ഇതൊരു ഡൗൺ സൈഡ് ഒക്കെയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത് നോട്ട് സീരീസിൽ അവരൊന്നും കെയർ പോലും ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വെച്ച് നോക്കാൻ നിങ്ങൾ ഈ ഫോണിലോട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നല്ല ഫോൺസിലോട്ട് പോകുക. വേറെ ബ്രാൻഡ്സിന്റെ ആയിക്കോട്ടെ, OnePlusന്റെ ആയിക്കോട്ടെ. ഈ നോട്ട് സീരീസ് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പതിവ് ഒന്നും നല്ലതൊന്നുമല്ല. അപ്പോൾ ഇതും ഞാൻ ഇവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് UFS 2.1ന്റെ ഒക്കെ സപ്പോർട്ടാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് SD കാർഡിന്റെ സ്ലോട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഐഫോൺസ് പോലെയൊക്കെയാണ്. പിന്നെ ഐഫോൺസ് പോലെ വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക്
അലേർട്ട് സ്ലൈഡറിൻ്റെയും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോണൊക്കെ ഇവിടെ സൈലൻ്റൊക്കെ ഇടാൻ പറ്റും, സൈലൻറ്റ് റിങ് വൈബ്രേറ്റ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫീച്ചറൊക്കെയാണ്. നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ വല്ലതുമാണ്, പിന്നെ പോക്കറ്റ് കൂടെ തന്നെ ഇങ്ങനെ ആക്കാൻ പറ്റും, ഇത് സൈലന്റ് മോഡും ഇതൊക്കെ. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചർ ആണെന്നൊക്കെ തോന്നി. അപ്പോൾ ഇതൊക്കെ എല്ലാ ബ്രാൻഡ്സൊക്കെ ചെയ്യേണ്ടതൊക്കെയാണ് അവരുടെ ഫോൺസിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് ഈ ഫോൺസിലേക്ക് ക്യാമറാസിനെ കുറിച്ച് പറയാൻ ഞാൻ ഇവിടെ നേരത്തെ ആയാലും പറഞ്ഞായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് 6 ടോട്ടൽ ക്യാമറാസ് ആണ് ഉള്ളത് ഈ ഫോണിനകത്ത്. അതിൽ ഞാൻ ഇവിടെ 2 എണ്ണമൊക്കെ യൂസ് ചെയ്യാറൊക്കെ ഉള്ളൂ. ഒന്നാണ് ഇതിൻ്റെയൊക്കെ മെയിൻ 14 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ഒന്നാണ് ഇതിൻ്റെ മെയിൻ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും. ബാക്കിയൊന്നും ഞാൻ ഇവിടെ യൂസ് പോലും ചെയ്യാറില്ല. പിന്നെ അൾട്രാ വൈഡൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്തേക്കാം, പക്ഷെ അതും ഞാനൊന്ന് മെയിൻ ആയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൽ മെയിൻ ലെൻസാണ് 48 MB f1.8 ബേസ് ലെൻസാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അൾട്രാ വൈഡൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 8 മെഗാ പിക്സലിലേക്കാണ്. ഇത് f2.3 ബേസിലൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡെപ്ത് ഒക്കെ ഉണ്ട് 5 MB, അത് f2.4 ബേസ് ആണ്. മാക്രോ ആണ് 2 MB f2.4 ബേസിലൊക്കെയാണ്. മാക്രോ ഞാൻ ഇവിടെ ബെറ്റ് വെക്കുവാണ് നിങ്ങൾ യൂസ് പോലും ചെയ്യാൻ പോകുന്നില്ല. പലർക്കും ആ ഒരു ഓപ്ഷൻ പോലും പൂർവ്വമായിട്ട് അത് എവിടെയാണെന്നൊക്കെ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ മാക്രോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഡെപ്ത് പറയുകയാണ്, ഞാനും ഒക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തതായിരുന്നു. നിങ്ങളിപ്പോൾ പോർട്രേറ്റ് മോഡ് വഴി വല്ല ഫോട്ടോസ് വല്ല ഇപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡെപ്ത് ക്യാമറ ഒന്നും യൂസ് പോലും ആവുന്നില്ല, അതൊരു വേസ്റ്റ് ക്യാമറ ആണ്. അപ്പോൾ 2 ക്യാമറാസ് വേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ഉണ്ട്, മെയിൻ ലെൻസ് ഉണ്ട്. അൾട്രാ വൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഡേ ലൈറ്റിലൊക്കെ ഞാൻ ഈ അൾട്രാ വൈഡൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ലൈറ്റും ഉണ്ട്, നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടും. പക്ഷെ സാധാരണ ഗതിയിൽ നിങ്ങൾ യൂസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ എന്നെപ്പോലെ ഉള്ള അവർ. അപ്പോൾ ഞാനൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന 48 MB ഈ റിയർ ക്യാമറയൊക്കെയാണ്. ബാക്കിയൊന്നും ഞാനിവിടെ യൂസ് പോലും ചെയ്യാറില്ല. പിന്നെ സെൽഫി ക്യാമറയൊക്കെ അത് നിങ്ങൾക്ക് ഇവിടെ 32 മെഗാ പിക്സലിൻ്റെ മെയിൻ f2.5 ബേസ് ഒരു ക്യാമറയൊക്കെ ഉണ്ട്. പിന്നെ 8 മെഗാ പിക്സൽ ഒരു ക്യാമറയും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ വൈഡ് ക്യാമറ നിങ്ങളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഇരുട്ടിയത് പോലെയൊക്കെ തോന്നും. അപ്പോൾ ഡാർക്ക് ആ ഒരു എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളിവിടെ അൾട്രാ വൈഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അഗെയിൻ നിങ്ങളിവിടെ അൾട്രാ വൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾ സൂര്യപ്രകാശത്തിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നല്ലതാവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലോ ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല നോയ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഇമേജസിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണമൊക്കെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ റിയറിനകത്ത് നിങ്ങൾക്ക് 4K 30 വരെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. മാക്സിമം 4K 60 ഒന്നും തന്നെ ഇല്ല. ഇത് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60 വരെയൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ക്യാമറ. അത് OnePlus 10 സീരീസോ 9 സീരീസ് പോലും ഇല്ല. ആ ഫോൺസ് വരെ നിങ്ങൾക്ക് 1080p ഒക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. എനിക്കറിയില്ല OnePlusൻ്റെ ഒക്കെ ഈ ഓരോ കാര്യങ്ങൾ. എനിക്കൊന്ന് OnePlus 7ഉം 8-നകത്തും എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ 4K ഒക്കെ ഉണ്ടായിരുന്നു. 9 സീരീസിനകത്ത് അവരത് 1080p ഒക്കെ ആക്കി. എനിക്കറിയില്ല എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൽ നിങ്ങൾക്ക് 4K 60 വരെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആക്ഷൻ ഫോൺ പോലെയൊക്കെ ഫീൽ ചെയ്യും. പണ്ട് ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ 4115 mAh ഇവിടെ ബാറ്ററി ഒക്കെയാണ് ഉള്ളത്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെ ബോക്സ് അതുണ്ടായിരുന്നു. അതൊരു വലിയ പുണ്യം തന്നെയാണ്. അതിൻ്റെ കാരണമാണ് ഇപ്പോഴത്തെ ബ്രാൻഡിൻ്റെ ഫോണിനകത്തൊന്നും നിങ്ങൾക്ക് ചാർജർ പോലും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വലിയ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ ബാറ്ററി ലൈഫ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു OnePlus Nord ഇഷ്യൂസിനെയൊക്കെ പറ്റി, ഇത് ഹാക്ക് ആയിട്ടുണ്ടോ ഇല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫോൺ രാത്രിയിൽ ഇങ്ങനെ വെക്കുവാണെന്ന് വെച്ചു ഇപ്പോൾ 30%, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫോൺ ഇപ്പോൾ 0% ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാറ്ററി ഡ്രെയിനൊക്കെ ഉണ്ട് ഐഡൽ സമയം വെച്ച് നോക്കുമ്പം. അപ്പോൾ ഫോൺ ഇപ്പോൾ ഒരു ഐഡൽ സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇല്ലായിരിക്കും. അതിൻ്റെ ബാറ്ററിയൊക്കെ വേഗം ഇവിടെ പോകുന്നൊക്കെ ഉണ്ട്. എനിക്കും ഒരു സംശയമൊക്കെ ഉണ്ട്, ഈ ഫോൺ ഹാക്കായോ അതോ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ അതാണോ. അത് ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഞാൻ നോക്കിയായിരുന്നു ഈ സെറ്റിങ്സ് അതൊക്കെ, പക്ഷേ അങ്ങനെയൊന്നും ഇതൊന്നും യൂസ് ഒന്നും ആകുന്നില്ല. പക്ഷെ ഞാൻ ഈ ഫോണിൻ്റെ എയർപ്ലെയിൻ മോഡ് ഇങ്ങനെ ഓൺ ആക്കുമ്പം ഞാനിപ്പോൾ വിടുവാണ് ഫോൺ ഇപ്പോൾ 8 മണിക്കൂറത്തേക്ക്. അപ്പോൾ രാവിലെ നിങ്ങളിവിടെ നോക്കുക ആകെ 2% ഇവിടെ ഡ്രോപ്പ് ആയിട്ടുള്ളൂ. എയർപ്ലെയിൻ മോഡിൽ നിങ്ങളിവിടെ ഇടുകയാണെങ്കിൽ എനിക്കറിയില്ല ഈ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം കണ്ടിന്യൂസ് യൂസിലൂടെ നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിൻ നിങ്ങളിപ്പം അറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഫോൺ ഇപ്പം ഐഡിൽ സ്റ്റേറ്റിലൊക്കെയാണ്. നിങ്ങളിപ്പോൾ കുറേ മണിക്കൂറത്തേക്ക് ഫോൺ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ നല്ലോണമൊക്കെ ആവുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയൊരു ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ഫാസ്റ്റ് ചാർജറൊക്കെ ഉണ്ട് 30 വാട്ടിൻ്റെ. അപ്പോൾ അതോടെ നിങ്ങൾ അങ്ങനെയൊന്നും അറിയാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഇപ്പം യാത്രയ്ക്ക് വല്ലതും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഫീലൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി. ബാറ്ററി ബാക്കപ്പും ഇതിൻ്റെ ഒക്കെ MAH അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അതൊന്നും പോരാ. അപ്പോൾ OnePlus Nordൻ്റെ ബാറ്ററി വലിയ നല്ലതൊന്നുമില്ല. Nord 2-നകത്ത് ബ്ലാസ്റ്റ് ഒരു ആകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ തനിത്തങ്കമാണ്.
അപ്പോൾ നോഡ് 1ന്റെ ബാറ്ററി ബാക്കപ്പ് ഞാനിവിടെ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഇതൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബാറ്ററി ലൈഫിന്. അപ്പോൾ നെക്സ്റ്റ് ആണ് ഈ OnePlus Nord 2022 അല്ലെങ്കിൽ 2023 വാങ്ങണോ വേണ്ടോ എന്ന് തന്നെ. അപ്പോൾ എനിക്കറിയാം പലരും ഈ വീഡിയോ സ്കിപ്പൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും എൻ്റെയൊക്കെ ഈ സംസാരമൊക്കെ കാരണം. അപ്പോൾ OnePlus Nord നിങ്ങളിപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു സെക്കൻഡറി ഫോണായിട്ട് നിങ്ങളിപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓക്സിജൻ ഓയിസ് ഫീൽ ചെയ്യണം. വലിയ ഫീൽ ചെയ്യാനൊന്നും ഇല്ല, പക്ഷെ അഥവാ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഇതൊരു മെയിൻ ഫോണായിട്ടൊന്നും ഞാനിവിടെ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഫോൺ ഇവിടെ മോശമൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല നല്ല ഫോൺസ് ഒക്കെ ഉണ്ട് ഇപ്പം മാർക്കറ്റിൽ. ഇപ്പം നിങ്ങളുടെ മിഡ് റേഞ്ചിൽ തന്നെ നോക്കണം, നല്ല നല്ല ഫോൺസ് ഉണ്ട്, ഈ ഫോൺ വെച്ച് നോക്കാം. പിന്നെ OnePlusന്റെ തന്നെ നല്ല നല്ല ഫോൺസ് ഉണ്ട്, അതൊന്നും ഞാൻ ഇവിടെ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. Nord 2 പോകരുത്. Nord 3 ഒക്കെ അവിടെ ലോഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫോണൊക്കെയാണ്. ബ്ലാസ്റ്റ് ഒന്നും ആവുന്നില്ലെങ്കിൽ അതിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെയോ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നല്ല ഫോണിലോട്ട് പോകാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡറി ഫോണായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡിവൈസോ വേറൊരു ആർക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അപ്പോൾ അങ്ങനെ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു നല്ല ഫോണാണ് 2022. അപ്പോൾ ക്യാമറാസ് നല്ലതാണ്, ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആണ്, പിന്നെ ഇതിൻ്റെ പെർഫോമൻസും ഇതിനകത്തൊക്കെ നല്ലതൊക്കെയാണ്, ഒരു ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തീരെ മോശമൊക്കെയാണ്, പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ Android 12 അഥവാ അപ്ഡേറ്റ് വന്നാൽ തന്നെ ഇതിൻ്റെയൊക്കെ ഓക്സിജൻ ഓസിൻ്റെ ഒക്കെ ആ ഒരു ഫീലൊക്കെ പോകും. അപ്പോൾ അതൊരു നല്ല സംഭവമായിരുന്നു. ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ OnePlus Nordനെ പറ്റി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് പോകണോ വേണ്ടോ എന്ന് തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ അഗൈൻ എല്ലാം റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡറി ഫോണായിട്ട് പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോക്കകത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഫോണായിട്ട് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.